നമസ്കാരം. ക്രൈസ്തവ വിശ്വാസിയായ ഒരമ്മ എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ മാതൃകയാണ് വിശുദ്ധ മോനിക്ക. വിശുദ്ധ ആഗസ്തീനോസിന്റെ അമ്മയായ മോനിക്കയുടെ ഭർത്താവ് പെട്രീഷ്യസ് ഒരു ക്രൂരനും വിജാതീയനുമായിരുന്നു. സ്നേഹമയിയായ ഒരമ്മയും ഭാര്യയുമായിരുന്നു മോനിക്ക. മോനിക്കയുടെ പ്രാർത്ഥനയാലും വിശ്വാസത്താലും പെട്രീഷ്യസ് അവസാന കാലത്ത് ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു. അക്കാലത്ത് ആഫ്രിക്കയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മനിക്കേയൻ പ്രസ്ഥാനത്തിൻ്റെ ഉപദേശകനായിരുന്ന മകനെയും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ മോനിക്ക കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗങ്ങൾ കേട്ടിരുന്ന അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു. മകന്റെ മടിയിൽ കിടന്ന് 56-ാമത്തെ വയസ്സിൽ മോനിക്ക മരണമടഞ്ഞു. വഴിതെറ്റിയ മക്കളെയും ഭർത്താക്കന്മാരെയും രക്ഷപ്പെടുത്തുവാൻ 19-ാം നൂറ്റാണ്ടിൽ പാരീസിൽ അമ്മമാരുടെ ഒരു പ്രസ്ഥാനം വിശുദ്ധ മോനിക്കയുടെ മധ്യസ്ഥതയിൽ ഉടലെടുത്തു. വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 27-ന് അമ്മമാരായ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. വിശുദ്ധ മോനിക്കയുടെ ജീവിതത്തിന്റെ ഒരേട് ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. മോനെ പെട്രീഷ്യസേ, വന്നേ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? മോനെ അഗസ്തി, ഭക്ഷണം കഴിക്കാൻ വന്നേ. എടാ മോനെ, എന്താ ഈ വിളിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഇത് വായിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന സാധനമാണോ? ഒരു ടേസ്റ്റും ഇല്ല ഇതിന്. നിനക്ക് കഴിക്കാനാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അമ്മ പറഞ്ഞത് ശരിയാണ്, ഇതൊന്നിനും കൊള്ളൂല. നീ തന്നെ കഴിച്ചോ. വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. നീ തന്നെ കഴിച്ചു. ഇതല്ല, നീ തന്നെ കഴിച്ചോ. ഞങ്ങൾക്ക് വേണ്ട. എന്നും ഇങ്ങനെയാണല്ലോ അമ്മേ, കുറച്ചുകൂടെ ശ്രദ്ധിച്ചത് നന്നാക്കി ചെയ്തുകൂടെ? ശരിയായിരിക്കട്ടെ. എന്തുണ്ട് മകളെ വിശേഷം? മുഖത്തൊരു വിഷമം പോലെ. അച്ഛനറിയാലോ എൻ്റെ മകനെക്കുറിച്ച്, മൂത്ത മകനെക്കുറിച്ച്. അവനൊരു താന്തൂന്നിയായിട്ടാണ് വളർന്നു വന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. എത്ര ഞാൻ പ്രാർത്ഥിച്ചായിട്ടും ഒരു നിവൃത്തിയില്ലാത്ത വിധത്തിലാണ്. അവനാണെങ്കിൽ കുടുംബ പ്രാർത്ഥനയിലൊന്നും പങ്കെടുക്കില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ കുടുംബാംഗങ്ങളും. ആരും തന്നെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വിഷമസ്ഥിതി വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ ദിവസവും വഴക്കും ബഹളവുമാണ്. അതുകൊണ്ട് വളരെ വിഷമമാണ്. മകളെ, ഇതെല്ലാം മാറിപ്പോകും. അമ്മയെ കഴിയിപ്പിച്ച മകൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവൻ നന്നായി വരും. നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്താണ് അമ്മ വിഷമിച്ചിരിക്കുന്നത്? മകനെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, നീ സത്യവിശ്വാസിയെ കാണണമെന്ന്. ഞാൻ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ദൈവം എനിക്ക് തന്നു. നീ സത്യവിശ്വാസം സ്വീകരിക്കാൻ പലതും ത്യജിച്ചു എന്നും എനിക്കറിയാം. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ജഡം എവിടെ മറവ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അൾത്താരയുടെ മുമ്പിൽ എല്ലാ ദിവസവും നീ വന്ന് എന്നെ സ്മരിക്കണം മോനെ. എൻ്റെ അമ്മയുടെ സ്നേഹത്തെപ്പറ്റി വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഒരു നോട്ടം കൊണ്ടും ഒരു വാക്കുകൊണ്ടും
അമ്മ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. ഓ ദൈവമേ, ഞാൻ അങ്ങയുടെ മകനായിരിക്കുന്നത് ഇങ്ങനൊരമ്മയെ നൽകിയത് കൊണ്ടാണ്. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. അമ്മേ, 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 അമ്മേ. ഒരമ്മയുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന കേട്ട് അവളുടെ മകനെ മാനസാന്തരത്തിലേക്ക് നയിച്ച കർത്താവ് ഈശോ മിശിഹായെ, ഇന്നും വിശ്വാസം വെടിഞ്ഞ് ദുർമാർഗത്തിലൂടെ ചതിക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന കേട്ട് അവരോട് കരുണയുണ്ടാകണമേ. ആമേൻ.